Audience. ചിത്തു പോയിരുന്നാടി അവൻ നേരത്തെ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ച് 2 ദോശ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത്. കറിയൊന്നും ആയില്ലായിരുന്നല്ലേ? കറിയൊന്നും വേണ്ട, പഞ്ചസാര മതി. ഏട്ടനിന്ന് പോണ്ടല്ലേ അല്ലേ? പിന്നെ പോണം, പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പോണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് എനിക്ക് ലീവാണെന്ന് നിനക്ക് തോന്നിയായിരിക്കും. നിന്റെ ഒരു ആഗ്രഹമാണോ? നിക്കണോ? അയ്യോ, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലേ. ഞാൻ എന്തിനാ എന്റെ ഉള്ള മനസ്സമാധാനം കളയുന്ന? പോണോ അല്ലേ? അപ്പൊ ചായ കിട്ടില്ലല്ലോ. ഞാൻ കുളിമുറിയിൽ സോപ്പ് എടുത്ത് വെക്കണേ. സോപ്പ് ഉണ്ടല്ലോ. എടി അതൊരു മുട്ടായി പരുവത്തിനായി. ഏട്ടന്റെ കുളിക്കാതെ മതി, ഇനി ഒരു 4 കുളിയും കൂടെ കുളിക്കാം. കാക്കക്കുളിയല്ലേ? ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. പോണ്ടേ സിനിമയ്ക്ക്? എന്ത് സിനിമയ്ക്കാന്ന് പറഞ്ഞത്? ഈ വീട്ടിൽ ജനിച്ച സിനിമയ്ക്ക് വല്ലതും പോകാൻ പറ്റുമോ? എന്താ പറ്റാതിരിക്കാൻ? ചുമ്മാ അങ്ങ് പോകാൻ പറ്റൂലല്ലോ. പൈസ എടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പൊരി മേടിക്കുന്നു, തിയേറ്ററിൽ കയറുന്നു, സിനിമ കാണുന്നു. എന്ത് എളുപ്പം. സിനിമ കാണും. ഈ വീട്ടിൽ അങ്ങനെ അല്ല എന്നാ. ഓഹോ, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പൈസ തരൂ, ഞാൻ പോയി സിനിമ കണ്ടിട്ട് കഥ വന്ന് പറഞ്ഞു തരാം. ഓഹോ, പക്ഷെ കഥ മാത്രം പോരാ, ഡാൻസും കളിക്കണം, പാട്ടും പാടാൻ, അഭിനയിക്കാൻ വേണം. എന്ത് വേണം റെഡി. പാട്ട് വേണോ? അപ്പടി പോട് പോട് അസത്തി പോട് റൊണാൾഡോയിലെ കളിക്കല് പഠിക്കുകയാണ്. സീരിയസ് ആണ്. എന്താണ് പഠിക്കാനുള്ളത്? ഫിസിക്സ്. ഓ, ഫിസിക്സ്. ഫിസിക്സിൽ എന്തൊക്കെ പറഞ്ഞറിയൂ? യു ടെൽ. സൗണ്ട്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്. ഓ, അറിയോ? പകുതി അറിയാം. ആണോ? എന്നാ ഫ്രീക്വൻസി എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഈ ചെറുപ്പക്കാർ പയ്യന്മാർ മുടിയൊക്കെ വെട്ടാതെ ഇങ്ങനെ മുടി ചെമ്പിപ്പിച്ച് ഇങ്ങനെ സ്റ്റൈൽ ഇങ്ങനെ അയ്യോ നടക്കത്തില്ലേ? അത് ഫ്രീക്ക്, ഇത് ഫ്രീക്വൻസി. ഒരു സി അധികം വീണു, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു റൊണാൾഡോങ്ങളെ, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പോയി ഞാൻ പറഞ്ഞുതരാം. സുല, അമ്മ കഴിക്കാൻ എന്തോന്നമ്മ? ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കള വരെ നടന്ന ആ പാത്രം തുറന്നു നോക്കി അറിയാലോ. രവനെ പോലെ കഴിക്കാനുണ്ട്, ഇരിപ്പിലങ്ങ് ചോദിച്ചോ. പഠിക്കല്ലേ. ഹലോ മിസ്സസ്, ചോദ്യം ആരുടേതാണെങ്കിലും അന്നദാതാവായ താങ്കളല്ലേ അതിന് മറുപടി പറയേണ്ടത് അല്ലേ? ആഹാരം എന്താണെന്നല്ലേ ആ കുട്ടി ചോദിച്ചുള്ളൂ. ആ കുട്ടിക്ക് വേണ്ട പോഷകാഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്മയായ താങ്കളുടെ ജോലിയാണോ? അവള് പോഷകാഹാരം തിന്നാതെയാണോ ഇത്രയും വലുതായത്? ആണോ? ഞാൻ കൊടുത്തിട്ട് തന്നെയല്ലേ വലുതായത്. ഇന്നലത്തെ ദോശ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഒട്ടും വയ്യ എനിക്ക്. ഇന്നലത്തെ ദോശേ? എന്ത് ഇന്നലെ രാത്രിത്തെ ദോശ ഇന്ന് എന്റെ മോക്ക് കഴിക്കാൻ പാടില്ലേ? കൊള്ളൂല, ഒരു മാരത്തെ ചെവയാണ്. എന്ത് ചൊവ്വ? ഇന്നലെ തിന്നല്ല, നിനക്ക് ഇപ്പൊ തിന്ന എന്താ കുഴപ്പം? ഇന്നലത്തെ ദോശ എനിക്ക് ഇന്ന് വേണ്ട. ആണോ? അന്ന് തള്ളയുടെ ബുദ്ധിമുട്ടല്ല, എനിക്ക് ആ കാലിനൊക്കെ എന്ത് വേദനയെന്ന് മുറ്റടിക്കാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് ഞാൻ ഇങ്ങ് കേറി വന്നതാ. പിന്നെ തടവി തന്നങ്ങോട്ട് മാറി. ഒരു നേരം അതിന് വയ്യെങ്കിൽ എന്നാ അത് മതി അമ്മേ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോളാം എന്നല്ല പറയണ്ടത്. എന്നാ ശരി മതി. കൊള്ളാലോ, നീ പഠിച്ച തലവേദന എടുത്തിരുന്നോണ്ട് പറഞ്ഞു. പഠിച്ച തലവേദനക്കാണ് ഭക്ഷണം തരാന്ന് പറഞ്ഞത്. പിള്ളേര് ഇങ്ങനെ തുടങ്ങിയ വലിയ പാടാ. പട്ടിണി കിടന്ന് ഒരുപാട് പേര് അമേരിക്കയുടെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. ജീവിക്കാൻ പഠിക്കണം. താങ്കൾക്ക് ദോശയെങ്കിലും അത് കഴിച്ചൂടെ? നൂഡിൽസ് മാത്രം ഇറങ്ങും. അങ്ങനെ ഞാൻ പറഞ്ഞ ആ തള്ള വയ്യാതെ കയറി എന്നാ പോയാ ആ മുറ്റെടുത്ത് അല്ല ചൂലെടുത്ത മുറ്റമടിക്കുമല്ല. റൊണാൾഡോങ്ങളിൽ അടിക്കാമല്ലോ. ഞാനൊരു പുരുഷനല്ലേ? പുരുഷന്മാർക്ക് ചൂലെടുത്താ പൊങ്ങത്തില്ലേ? സ്ത്രീകളില്ലാത്ത വീട്ടിൽ പുരുഷന്മാർ ജോലി ചെയ്യും. ഇവിടെ കുറെ സ്ത്രീകളുള്ളപ്പോൾ ഈ പുരുഷൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല. എന്റെ ദൈവമേ. വടകരയുള്ളൊരു കടയിൽ നിന്ന് വടയും വാങ്ങി കുടയും ചൂടി നടന്നപ്പോൾ. വടകരയുള്ളൊരു കടയിൽ നിന്ന് കണ്ടിട്ടില്ലേ? വടകരയുള്ളൊരു കടയിൽ നിന്ന് വടയും വാങ്ങി കുടയും ചൂടി നടന്നപ്പോൾ. ഇല്ല, ഞങ്ങൾ വടകരയില് ഒരു റിച്ചായൻ്റെ കടയുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ദോശ. പൂ പോലെ ഇരിക്കും. ഈ ദോശ ഒന്ന് കഴിച്ചത് നല്ല പൂ പോലെ ഇരിക്കുന്നു. വടകരയിലെ ദോശ പോലെ അല്ല, വടകരയുള്ളൊരു കട. അപ്പം നമ്മളിങ്ങനെ പറയും
സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഇപ്പോൾ പയ്യൻ ഇടയ്ക്ക് വട അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. വടയും ചായയും വൈകുന്നേരം സ്റ്റേഷനിൽ കൊണ്ടുവരുവേ. അത് ഇത് എന്താ പറയുക, നമ്മൾ വേറെ എങ്ങ് കഴിച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടില്ല. അവിടുത്തെ ദോശയും വടയും ഉഴുന്നുവടയാണ്. ഉഴുന്നുവട പക്ഷേ ചെറുതാണ്, ഭയങ്കര നമ്മൾ ഇങ്ങനെ ഒരിക്കണമല്ല, ചെറുതായിട്ടുള്ള സാധനം. അത് ചെറിയ ചട്നി മതി. ഇത്ര ടേസ്റ്റ് എന്നറിയാമോ അവിടെ നിന്ന് കഴിക്കാൻ? അത് ഏട്ടൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയല്ലേ വീട്ടിൽ വരുന്നത്. അപ്പൊ എല്ലാ ദിവസവും പുറത്തുനിന്നല്ലേ കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ പൊട്ടയാണല്ലോ. അപ്പൊ വല്ലപ്പോഴും നല്ല ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അത് നന്നായിട്ട് തോന്നും. അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടും. നാട്ടിലെ കാര്യം പറയുമ്പോഴേ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഈ പാചകത്തിന്റെ കാര്യത്തിൽ ഇത്ര പണക്കം പറയുന്ന കാര്യം എനിക്കാണ് ഒഴിച്ചത്. തുളുമ്പിപ്പോയി. അപ്പം അതുകൊണ്ടല്ല, എല്ലാ ദിവസവും പോയി വരുന്ന പോലീസുകാരന്മാരും വീട്ടുകാരറിയാം അവിടെ നിന്ന് കഴിക്കും. വീട്ടിൽ പറയും വിശക്കുന്നില്ല, ഇല്ല വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നിട്ട്. ഇതുപോലെ പെണ്ണുങ്ങൾ ഒന്ന് ഇവിടെ ഉണ്ടാക്കണം, നിങ്ങൾക്ക് കഴിക്കാനില്ലെന്ന് ചോദിച്ചോളൂ. അത്രക്ക് ടേസ്റ്റാണ്. ആന്നേ അവർ പ്രായമുള്ളവരാരാ. അല്ലെങ്കിൽ വടക്കോട്ടുള്ളവരൊക്കെ നന്നായിട്ട് ഫുഡ് വയ്ക്കും. നല്ല ഒരു ഭാര്യയും ഭർത്താവോടെ ഭയങ്കര രസമാണ്. പൈസ കൊടുക്കാനുള്ളവരൊക്കെ അതുവഴി പോകുമ്പോൾ ചിലർ കടം കൊടുക്കും. കടം കൊടുക്കുമ്പോൾ ഈ അവിടുത്തെ ആൻറ്റിയാണ് ചോദിക്കുന്നത്, ഡേയ് ഞാൻ പൈസ ഒന്നും തന്നില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്നു. നിർത്തിയേക്കണതായിരിക്കും പൈസ. അല്ല, ഇവരുടെ നമ്പർ അടിയത്. ഇവരുടെ നമ്പർ എന്ന് വെച്ചാൽ ഇപ്പം അച്ഛൻ പറഞ്ഞ ചുമ്മാര് ചെറുപ്പക്കാരുടെ അങ്ങനെ പൈസ ചോദിക്കരുത്. എന്നിട്ട് പോകും ചോദിക്കാൻ പറയും, ചോദിച്ചെന്ന് പറയും. ഈ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇവർ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു ചോദിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. അച്ഛൻ പറയും ചോദിച്ചെന്ന് പറയും. ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചുമ്മാരുന്നേ അവർ തരുമല്ലോ. അപ്പൊ അവരെ ഓർമ്മപ്പെടുത്തല്ലേ. എന്നിട്ട് ആ കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്. ഇപ്പൊ കൈയഴി വന്നിരുന്നിട്ട് അത് തീരുമാനിക്കകത്തല്ലേ കുട്ടി. അവൻ അങ്ങനെ വല്ലതും ഉണ്ടാവും. കുഴപ്പമില്ല. ഇതാണോ, ഇതാണ് കരീബിയൻ ദോശ. നിങ്ങളുടെ അടുക്കളയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സാമ്പാർ കൊണ്ടുവരാം. അമ്മ ഓ ദോശ ചളിച്ച്. ദോശ ചളിച്ച്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ദോശ ചളിക്കും. ഇന്നലെ ഉണ്ടാക്കിയോണ്ടാണ് ചളിച്ചത്. കുഴപ്പമില്ല, സാമ്പാറിന്റെ മിക്സ് ചളിച്ചേ ഒരു കുഴപ്പമില്ല. നീ ഇതേ ഈ സാമ്പാർ ഒഴിച്ച് നോക്കി, അപ്പൊ നല്ലതായിരിക്കും. അപ്പൊ അത് അറിയൂല ചളിച്ചത്. അറിയാതിരിക്കുന്നേനാ, ചളിച്ചതല്ലേ, അപ്പൊ അതിന്റെ വയറ്റിൽ പോവൂലേ. അതിനിപ്പോ എന്താ ദോശയല്ലേ, അല്ലാതെ ചാണകമൊന്നും അല്ലല്ലോ നിനക്ക് കുഴച്ച് തന്നത്. അതുകൊണ്ട് ചീത്തയായതല്ലേ. എടി അത് ചീത്തയായിട്ടില്ലടി മുത്ത. നീ ഇത് കഴിച്ചു നോക്കിയതേ, കഴിച്ചു നോക്കിയേ. അമ്മയ്ക്ക് ബാക്കി എല്ലാത്തിലും ഭയങ്കര ചിട്ടയാണല്ലോ. അമ്മയ്ക്ക് വയ്യ, ഓക്കെ എന്ന് ഇവിടെ ഉണ്ടാക്കണം. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പറഞ്ഞേടാ. സാമ്പാർ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പാണ്. കണ്ട ഇതേതല്ലേ മലയാളത്തിൽ ഞാനും പറഞ്ഞു ഇന്നത്തെ ചളിക്കും. സാമ്പാറും ദോശയും കൂടെ ഒരുപോലെ പരാജിതമായതുകൊണ്ട് ടോട്ടാലിറ്റി വെച്ച് കുഴപ്പമില്ല. എനിക്ക് നിന്നിട്ടൊന്നും തോന്നണില്ലല്ലോ. ആണോ? മുഖത്തുണ്ട് എക്സ്പ്രഷൻ കൊള്ളൂലാത്ത. എന്റെ മുത്തേ, അമ്മയുടെ ഒക്കെ ചെറുതിലെ ഇതുപോലെ എന്തെങ്കിലും കിട്ടാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? ചുമ്മാ ഇങ്ങനെ സെന്റിമെന്റ്സ് ഇടല്ലേ നമ്മൾ വയലിൽ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ. ഇഷ്ടമല്ല ചീത്തയായതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ പണ്ടത്തെ കാര്യമൊക്കെ ഇന്നിപ്പോ ഇതേ ഉള്ളു. അപ്പൊ ഇത് അങ്ങ് കഴിക്കുന്നീ. മുമ്പേ പറഞ്ഞതെങ്കിൽ ഞാൻ അപ്പുറത്ത് പോവില്ലായിരുന്നോ? അപ്പൊ അപ്പുറത്തുനിന്ന് മേടിച്ചോട്. അമ്മയ്ക്ക് എന്തായാലും കാല് പോയി, പിന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പുറത്ത് മാമിയെടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? എന്റെ മുത്തേ, ഒരു ദോശ കഴിച്ചെന്നോർത്ത് നിനക്ക് ഇപ്പൊ എന്ത് സംഭവിക്കുമെന്നാ നീ പറയണത്? എന്തേലും സംഭവിച്ചാലും എനിക്ക് എക്സാം വരെയല്ലേ. എന്റെ പൊന്നു മാതാവേ, ഒരു ദോശ കഴിച്ചെന്നോർത്ത് നിന്നെ ഇപ്പൊ ആശുപത്രി കൊണ്ടുവന്ന് ഇടും. ചളിച്ചിരിക്കുന്ന സാധാ ചളി പോലും അല്ല, നല്ല ചീത്ത. ഏതാ മോഹം നോക്ക്. അല്ല അത് കണ്ടോ റൊണാൾഡോകളിൽ പോലും കഴിക്കാൻ പറ്റുന്നില്ല ഇത്. ഭയങ്കരമായിട്ട് നിന്റെ കാര്യം ഭയങ്കരം. ആണോ? ഞാൻ റെഡിയായി. എത്ര വിളിച്ചാൽ മതി. ഓ പോട്ടെ. എത്താറായ ഇറങ്ങണ സമയം പിന്നെ ഒന്ന് വിളിച്ചേക്കുവാ. 2 കവർ പാല് വേണം. ഞാൻ ചോദിക്കട്ടേടി. അഹങ്കാരി എന്താണ്? എന്റെ മനുഷ്യന് വയ്യാതിരുന്നാലെങ്കിലും ഒരു സമാധാനം തരൂ ഇവളൊക്കെ. എന്തോ ഉണ്ടാക്കിയത് അവിടെ? ദോശ. 2 ദോശ ഇങ്ങെടുത്തേ. ഇവിടെ ഉണ്ടാക്കിയതിന്റെ കാര്യം എനിക്ക് കയ്യും കാലും വേദന എടുത്തിട്ട് വേണ്ട. എനിക്ക് തോന്നണേ മറ്റേ എന്താണ്ട് ഒരു ആസിഡ് ഉണ്ടല്ലോ, യൂറിക് ആസിഡോ, അതെന്തോ കൂടിയിട്ടുണ്ട്. എനിക്ക് കയ്യും കാലും അനക്കാൻ പാടില്ലടാ. അപ്പൊ ഇന്നലത്തെ ദോശ ബാക്കി ഇരിപ്പുണ്ടായി.
അത് ഇച്ചിരി ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അത് വായിൽ വെച്ചിട്ട് അവൾക്ക് ഇന്നലത്തെ അല്ലേ എനിക്ക് വേണ്ട. അത് വായി വെച്ചപ്പോ നല്ല പുളി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കൊച്ചങ്ങനെ പറഞ്ഞത്. പുളിച്ചതൊന്നും ഇവിടെ ആരും കഴിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. പുളിച്ചത് നമ്മൾ പണ്ട് കഴിക്കുമായിരിക്കും, പിള്ളേരൊന്നും കഴിക്കൂല. അത് മാത്രമല്ല ഇതിന് വെറുതെ പഴയാണെങ്കിൽ ദൂരെ കളയണം. ഇത് ഇരട്ടി പൈസ. ഇതിപ്പോ 2 ദോശയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. ആ മാവിന് എത്ര രൂപയാവും? ആശുപത്രി കൊണ്ടുമ്പോ എത്ര രൂപയാവും? നീ ആലോചിച്ച് നോക്ക്. ദോശ ഇരിപ്പില്ലേ ചേച്ചി? ഇതിപ്പോ ആരോടാ വന്ന് പറഞ്ഞത്? അല്ല വല്ല വയ്യാകെ വന്നുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. കൊച്ചു പഠിക്കാൻ പോകുന്നു. നീ എന്തെല്ലാം പഠിച്ചതും തിന്നിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് എന്ത് പറ്റി? അടി അത് അന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള പ്രതിരോധ ശേഷി. അങ്ങനെയൊക്കെ കഴിക്കുവോ? ആ നമ്മളെ പോലെയാണാ? നമ്മളെക്കാൾ ദോശ മുഴുവൻ എടുത്ത് കളയണോ? പുളിച്ചാണെ കളയണ്ടേ പിന്നെ? അത് കുഴപ്പമില്ല ചേച്ചി, ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ച് തീർക്ക്. ചുമ്മാ ചേച്ചി കുഴപ്പമില്ലല്ലോ പുളിച്ചൊക്കെ. ആര് പറഞ്ഞു? അവളും കഴിക്കണ്ട. അവിടെ ഇല്ലേ? ഇല്ല. നീ എന്ത് അറ്റപ്പറ്റ ഉണ്ടാക്കിയത്? അത് എപ്പോഴും ഇവിടെ ദോശ ഇട്ട് തട്ടുന്നാണെങ്കിൽ തികഞ്ഞൂല്ല. ഒന്നാടാ റവ ഇരിപ്പുണ്ട്, തരട്ടെ. ഉപ്പുമാവുണ്ട്. വിശന്നിരിക്കണെന്ന് പറയണല്ലോ. ഉപ്പുമാവും മിറ്റ തിന്നു. ഒരു സ്കൂട്ടർ വാങ്ങിച്ചിരുന്നെങ്കിൽ ഈ പാടുണ്ടായിട്ടാ. വിളിച്ച് രാവിലെ തൊട്ടേ എത്തിയാന്ന് ചോദിച്ചു. ഇപ്പൊ എന്ത് ചെയ്യും? പെണ്ണിന് കൊടുക്കാനായിട്ട് ഉപ്പുമാവ് തിന്നോ? എടി ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടേടി. പഴവും ഇരിപ്പുണ്ട്. മുത്തേ ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടേന്ന്. പഴം ഉണ്ട്, വേണോ? വേണ്ട. ഇനിയിപ്പോ റൊണാൾഡിനെ വിട്ടത് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിപ്പിക്കാം. ഉണ്ടാക്കാൻ ഇവിടെ സമയം. അച്ചാച്ചനുണ്ടോ അവിടെ? ഓ അത് ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് പൈസ കൊടുത്ത് വിട്ടാൽ മതിയേ. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് പക്കാവിടെ മേടിക്കാൻ പൈസ കൊടുത്തിട്ടില്ല, അതുപോലെ ആവും. പൈസ കൊടുത്ത് വിടട്ടെ. അമ്മ വിശക്കുന്നമ്മ. എടി കടയിൽ വിടാന്ന് ഞാൻ പറഞ്ഞില്ലേടി മുത്തേ. അത് സാധനം മേടിച്ചിട്ട് വന്ന വരെ നിനക്കൊന്നും സഹിക്കാൻ പറ്റൂലേ? ഇപ്പൊ എത്ര മണിയായിരുന്നു? വിശക്കുന്നെങ്കിൽ അകത്താ റസ്ക് എന്തെങ്കിലും അത് ഇച്ചിരി ചായ ഇട്ട് കുടിച്ചേ. പിന്നെ വിശപ്പെട്ടു പോവില്ലേ? പിന്നെ മേടിക്കണ്ടല്ലോ. കടയിൽ നിന്ന് ബിരിയാണി മേടിച്ചോണ്ട് വരുമല്ലോ. അല്ല അപ്പൊ ഇവക്ക് വിശപ്പ് മാറണ്ടേ? അപ്പൊ വിശപ്പ് മാറുന്നതാണ് ഇപ്പൊ നിന്റെ കുഴപ്പം. രാവിലെ റിസ്ക് ആണ് കഴിക്കാനുള്ള വെറും വെയിറ്റില്. നടക്കൊന്നും നീ പോവില്ല കേട്ടാ. കുതുന്ന് കിടന്നോളൂ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്തുണ്ട്? പൊറോട്ട മുട്ടക്കറി ഉണ്ട്, പൊറോട്ട ബീഫുണ്ട്, പുട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, കുഴലപ്പം അല്ല ദോശപ്പം ഇടിയപ്പം എല്ലാം ഉണ്ട്. പൊറോട്ട മുട്ട. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ അവിടെ ബോർഡ് വെച്ചേക്കുന്ന വായിക്കും വർഷപ്പിനപ്പുറത്തെ കടയിൽ. എന്താ വേണ്ടത്? പൊറോട്ട മുട്ടക്കറി മതി. പൊറോട്ട നിനക്കാ? എനിക്ക് പൊറോട്ടയും തലേന്നത്തെ ബീഫ് വേണ്ട. ബീഫ് ഒന്നും വേണ്ട. രാവിലെ ഒന്നും ബീഫ് ഒന്നും കഴിക്കേണ്ട ഒരു കാര്യമില്ല. പൊറോട്ട മുട്ടക്കറി 2 പൊറോട്ട നിനക്ക്, 3 പൊറോട്ട നിനക്ക്, 5 പൊറോട്ട. 3 പൊറോട്ട എനിക്ക്. ഞാൻ ആ ദോശ കഴിച്ചോളാം. ആ ദോശ ആരും ഇവിടെ കഴിക്കൂല, ചലിച്ച ദോശ. എന്നിട്ട് വേണം അമ്മയ്ക്ക് വല്ല അസുഖം പിടിക്കാൻ. എനിക്കൊരു അസുഖം പിടിക്കും. 2 പൊറോട്ടയും കൂടെ വേണം അമ്മയ്ക്ക്. 6 പൊറോട്ട എനിക്ക്, 3 പൊറോട്ട അവിടെ, 12 പൊറോട്ട. 2 നേരം കഴിക്കാനാണോ നിനക്ക്? എന്റെ സുഹൃത്തെ 3 പൊറോട്ട വായിക്കാത്ത വെച്ചാൽ ബീഡി തീർത്ത പോലെ അല്ലേ ഉള്ളൂ. വിശപ്പ് മാറണ്ടേ? 1 മണി വരെ പിടിച്ചിരിക്കണ്ടേ? 6 പൊറോട്ട ഒരു മനുഷ്യൻ എങ്ങനെ തിന്നൂടാ? ഞാൻ കഴിക്കും. പോട്ടെ 5 പൊറോട്ട അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും. 5, 5, 2, 7, 7, 2, 9 എക്സ്ട്രാ 1 10 പൊറോട്ട. 10, 10, 80. മുട്ടക്കറിക്ക് 2 മുട്ടക്കറി. 2, 40, 40, 80 രൂപ. ഒരു മുട്ടക്കറി പോരെ? മുട്ടക്കറിക്ക് എത്ര രൂപ? 40 രൂപ. 40 രൂപയൊന്നും ഇല്ല കേട്ടോ, 25 രൂപ ഉള്ളൂ. 25 രൂപയ്ക്ക് അവരെ പിന്നെ ഉഴുന്നോട് ആട്ടി കൊടുക്കണം. സവാളയുടെ വില കൂടി സുഹൃത്തെ, 1 കിലോയ്ക്ക് 60 രൂപ. എന്നാ വേണ്ട, മുട്ടക്കറി മേടിക്കണ്ട. അവിടെ പൊറോട്ട മേടിക്കാൻ 6 കിട്ടും, അത് മതി. അത് അവിടെ ഇരുന്ന് കഴിച്ചാൽ പാർസലിൽ ഗ്രേവി തരത്തില്ല. ഒരു മുട്ടക്കറി മേടിക്കാൻ. എനിക്ക് മുട്ട വേണ്ട. കഴിച്ചോ മുട്ട. ചില്ലറ വേണ്ടേ? 1, 50 കൂടുതലായിരിക്കുമല്ലോ ദൈവമേ. ആടാ ഒരു 100 രൂപ. 150 രൂപ. 150 രൂപ. അത് തന്നെ കൂടുതലാണ് കേട്ടോ. 10 പൊറോട്ട 2 മുട്ടക്കറി 10 പൊറോട്ടയ്ക്ക് എത്ര രൂപ കൂടാ? 10, 8, 80 രൂപ. 10, 8, 80, 1988 10 to 12 കൂട്ടും. ഒരു പൊറോട്ടയ്ക്ക് 12 രൂപ. ഞാൻ കടയിൽ പൊക്കോളാം, ഇങ്ങോട്ട് വന്നേ. അല്ല പോട്ടെ 10 to 10 100 രൂപയായി. 2 മുട്ട കൃത്യമായിരിക്കും. ഒരു മുട്ടക്കറി മതി. ഒരു മുട്ടക്കറി മതി. ക്ലീറ്റർ മച്ചമ്പി അറിയാവുന്ന അവരുടെ വീട്ടിൽ നീ ചില്ലറ പൈസ കൊണ്ട് ചെന്നാൽ തന്നെ അറിയാം മഞ്ചിപ്പട്ടി പൊട്ടിച്ചിട്ട്. നാണക്കേട് ആർക്കാണ്? എനിക്കാണ് നാണക്കേട്. ആ നാണക്കേട് ഞാൻ വേണ്ടേ? അത് പറഞ്ഞപ്പോഴാ വില വർധനവന്റെ പുതിയ ബോർഡ് അവിടെ വെച്ചോന്നൊരു സംശയം. കാരണം ഈ കണക്കൂട്ടി ചെന്നിട്ട് പിന്നീട് അവിടെ ചെന്ന് വില കൂടി എന്ത് ചെയ്യും? നീ ഏത് കടയിൽ നിന്ന് മേടിക്കാൻ പോണ്? നമ്മുടെ തങ്കപ്പച്ചാൻ്റെ കടയിൽ നിന്ന്. രമേശന്റെ കടയിൽ ഒരു വിലയും കൂടിയിട്ടില്ല, അവിടെ നിന്ന് മേടിച്ചാൽ മതി. അയാളോട്ട് ഞാൻ അത്ര ഒരു കുഴപ്പമില്ല. സമയം നോക്കിയാൽ 9:30 മണിയായി.
നീ കണ്ട കാക്കനോടും പൂച്ചനോടും വർത്താനം പറഞ്ഞ് കണ്ട വഴിയെ പോകരുത്, വന്നിട്ട് വേണം എല്ലാവർക്കും കഴിക്കാൻ. ഓ താമസം പറഞ്ഞ ആരും വിളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കണ്ട, ഫോൺ ഇവിടെ ഇരിക്കുക. താമസിക്കുന്ന എന്തിനാ? മാവടിച്ച് പൊറോട്ട ഉണ്ടാക്കണ്ടേ? എടാ ഫോൺ കൊണ്ടോടാ പോയി. ഓ അല്ലെങ്കിൽ കഴിക്കാൻ പറഞ്ഞത് അവളുടെ പുറകെ നടക്കണം. ഇന്ന് അവളുടെ വയറിൽ കൊക്കോപ്പുഴ പെറ്റ് കിടക്കുക. 9:30 മുമ്പ് ഞാൻ ഡെയിലി കഴിക്കും. ആ ഉച്ച ആവാറായി. ഒരുത്തനോട് വൈകല്ലേ തിരിഞ്ഞിക്കിടാൻ കൂടെ വൈകല്ലേന്ന് പറഞ്ഞു വിട്ടതാ. എന്നിട്ട് എവിടെ പോയി കിടക്കണ്? കറക്റ്റ് പൈസയാണോ കൊടുത്തു വിട്ടത്? കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇവനൊരു വായുഗുളിക മേടിക്കാൻ പറഞ്ഞു വിട്ടാൽ ഇവൻ മനുഷ്യൻ തത്താലും വരൂലല്ലോ ഇവൻ. അതെങ്ങനെയാ? ക്ലീറ്റോന്റെ ചോരയല്ലേ, അത്രയൊക്കെ കാണുള്ളൂ. പേടെ ചോരനെ പറ്റി പറയണ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തുള്ളവരുടെ കാര്യമൊക്കെ ഫസ്റ്റ് ആണല്ലോ. ആ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായേ? ഏട്ടനോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയാന്നറിയോ, ആ കുക്കറിന്റെ വാഷർ പോയിരിക്കുകയാണെന്ന്, അതൊന്ന് ശരിയാക്കിക്കൊണ്ടുവരുന്നു എല്ലാ ദിവസവും മറക്കും. അതുപോലെയാണ് ഭക്ഷണം കഴിക്കണ കാര്യം. എന്റെ പൊന്നി ഇതീ പിടിച്ചിനി കയറി വഴക്കുണ്ടാക്കല്ലേ. ചൂട് വിഷന്ന് തല നിന്റെ അമ്മയോട് പറഞ്ഞാടി ഇവിടെ റവ ഇരിപ്പുണ്ട്, അവൾക്ക് ഉപ്പുണ്ടാക്കി കൊടുക്കാൻ. അയ്യോ റവ അവളുടെ തൊള്ളേ കൂടി ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. ഇനി അതുണ്ടാക്കിട്ട് വീണ്ടും കണക്ക് കുറയൂലേ? ചേച്ചിക്ക് മേലനങ്ങാൻ പാടില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ റൊണാൾഡോ എന്തിനാ വിളിക്കണേ? എന്ത് വേണം? എന്ത് നേരത്ത് വിളിക്കാൻ? അവൻ ഫോൺ കൊണ്ടായിട്ടില്ല, പിന്നെ ഞാൻ ആരെ വിളിക്കാനാ? അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ദോശ തിന്നാൻ കഴിയൂലാഞ്ഞിട്ടല്ലേ? മാമി ചീത്തയായി മാമി ദോശ. പിന്നെ അതെങ്ങനെ കഴിക്കും? ദോശ പിള്ളേരെങ്ങനെ കഴിക്കും? ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കണോണ്ട്. ആ അവിടെ ഇരിക്കട്ടെ. 2 ബിസ്ക്കറ്റ് നിന്നിട്ട് ഇരിക്കണതാ. പഴം ഇരിപ്പുണ്ട്, വേണോ കുഞ്ഞിന്? അയ്യോ പഴമൊന്നും തിന്നൂല. ദൈവമേ, ഇത് എപ്പ പോയതാ ചേച്ചാ? രാവിലെ കഴിക്കാൻ പിടിക്കാൻ പോയതല്ലേ? അവിടെ നിൽക്ക്. വേവോളം കാക്കാങ്കി പിന്നെ 6ഓളം കാക്കാനാണ് പാട്. വിശക്കുന്നു. ഇന്ന് നടന്ന സംഭവം എന്താന്ന് വല്ലതും അറിഞ്ഞോ? എന്ത്? ഞാൻ നമ്മുടെ രമേശന്റെ കടയിൽ നിന്ന് 10 പൊറോട്ട 1.5 കടലക്കറി മേടിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പൊ കാണാൻ റോഡിൽ ഭരണവർഷവും പ്രതിവർഷവും പങ്കലടി നമ്മുടെ ജലവീനം കേക്ക് വന്നു. അപ്പൊ അതിന്റെ കുട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സൈഡ് വാരം ഇങ്ങനെ നിന്ന് റോഡിൽ നിന്ന് മൊത്തം പോലീസ് അടിച്ചു. ഓടി വന്നു അമരവള ഓർഡിനറി ബസ് അതിൽ കയറി കൊടങ്ങാളേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പൈസ കൊടുത്ത് 32 കൊടുത്ത് അമരവള ടിക്കറ്റ് എടുത്ത് അമരവള ചെന്നങ്ങ് ഇറങ്ങി. അവിടെ വരെ എന്തിനു മോനെ? വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കൂടായിരുന്നോ? 32 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് പാതി ഇറങ്ങി. നഷ്ടം നമുക്കല്ലേ ഒറ്റ ഒന്നും അറിയത്തില്ല. അവസാനം അടുത്ത തമ്പാനൂർ ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വരിക. 32 64 രൂപ നഷ്ടം. നോണാ ഇനി സത്യം എന്താന്ന് പറഞ്ഞോ? ചേട്ടൻ ഇതുവഴി പോയപ്പോ പറഞ്ഞായിരുന്നു അവിടെ ഇവൻ എന്തിനാ അവരവിടെ ബസ്സിൽ കയറി പോണ പോലീസുകാരോടിച്ചെന്നും പറഞ്ഞ് 10-15 പേര് ലാത്തിയും കൊണ്ട് പറയാമെന്ന ഞാൻ എന്റെ ഈ ശരീരം വെച്ചു കൊടുത്ത അമ്മാരെ തിന്നു. അതിന് വണ്ടി കണ്ട ബസ്സിൽ കയറി പോവാണ് എല്ലാവരും. പ്രാണരക്ഷാർത്ഥം ഓടിയതാ സുഹൃത്തെ. ഒന്ന് തരൂ. ഇത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണല്ലോ ഈ പറയുന്നത്. കടയിലെ വാവണ്ണ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. അങ്ങനെ ഇവിടെ ഇറങ്ങി നമ്മുടെ അപ്പുറം ബാലരാമൂർത്ത് അടിക്കാൻ വരുന്നോട് പറഞ്ഞപ്പോ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. അത് കേൾക്കണ്ടേ? എല്ലാരും അടിച്ചു. നിന്നോട് ആരും നീ സമരം നടക്കണതിന്റെ വാതിക്കലോട്ട് ഈ ജലപീരങ്കട പരിപാടി കാണാൻ നിന്നില്ലേ? ആ കൊള്ളാം. ജലപീരങ്കി കണ്ടോ? എവിടെ? ഇതെന്തോന്ന് കാര്യം? മനുഷ്യന് വിശന്നിട്ട് എന്ത് ഫുഡ് കഴി ഒന്ന് എടുത്ത് വെച്ച് കഴി. ഫുഡല്ലേ ഇത്? അതിന് ഇതെന്തോന്ന്? ബ്രഷും പേസ്റ്റും. പേസ്റ്റ് അല്ലത് വേസ്റ്റ്. ആ വേസ്റ്റ് എന്ന് തന്നെ പറഞ്ഞ. ഇതാ തന്നെ ബ്രഷ്. പൊറോട്ട എവിടെ? നീ എന്തിനാടാ കട? സത്യം പറ, നീ ഈ പറഞ്ഞ കഥകളൊന്നും അല്ല. ഇതെന്താ സത്യം എന്നുള്ളത് പറ. സത്യമായിട്ട് ഞാൻ കടക്കറി മേടിച്ചതാ. കട കയറിയിട്ടാണോ മേടിച്ച? പൊറോട്ടയ്ക്ക് പകരം ബ്രഷ് മാറിപ്പോവോ? അല്ല, ഞാൻ ആ ഓടിയ ക്ഷീണത്തിൽ ബസ്സിൽ നിന്ന് വാങ്ങി. അപ്പൊ ആ സൈഡിൽ തറയിലോട്ട് വെച്ചതാ. കവറ് മാറിപ്പോ എടുത്ത കവറ്. എന്റെ ദൈവമേ, ഇവനെ വിട്ട നേരത്തിന് വേറെ എന്തെങ്കിലും വരട്ടെ. ഇവിടുന്ന് എത്ര രൂപ എനിക്ക് തന്നത്? എത്ര രൂപയാണെങ്കിൽ എന്റെ പൈസ പോയല്ലോ. എവിടെ പൈസ പൈസ പോയി. ഇതാണ് വെട്ടി കണ്ടിച്ച് തിന്നാൻ പോകുന്നത്. ഈ പെണ്ണുമുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടുമല്ലോ. ഇവിടുന്ന് 150 രൂപയാന്ന് തന്നെ. ഈ ബ്രഷിന് കൊടുക്കണം 100 രൂപ. ഈ കുഞ്ഞു ബ്രഷിന് കൊടുക്കണം 70 രൂപ. ആണി 30 രൂപ കിട്ടും. ഇതാണ്ടെ 30 രൂപ. എത്ര രൂപയായി? ഇനി അതും പോട്ടെ. 10 പൊറോട്ട 1.5 കടലക്കറിയല്ലേ മേടിച്ചേ? ക്ഷീണം കൊണ്ട് 5 പൊറോട്ട 1/2 കടലക്കറി ഞാൻ വണ്ടിയിൽ നിന്ന് കഴിച്ചില്ലേ? അങ്ങനെ നോക്കാനും ലാഭമല്ലേ? അല്ലേ? Aliens.